കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 12. രചന ശാലിനി ഇ.എ. ഇന്ന് 11 മണിക്കൊരു ഓപ്പറേഷൻ ഉള്ളതാ. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അച്ഛാ. നമുക്ക് തോന്നുമ്പോൾ ലീവ് എടുക്കാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല. അച്ഛൻ അത് മനസ്സിലാക്കണം. സൂരജ് സീരിയസ് ആയി പറഞ്ഞു. ശരി, ഒരു അരമണിക്കൂർ എനിക്കായി നീക്കി വയ്ക്കുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? തർക്കിച്ചിരുന്നാൽ സമയം പിന്നെയും വൈകുമെന്നുള്ള കാരണത്താൽ അവൻ പതിയെ സമ്മതം മൂളി. സമയം കളയാൻ ഇല്ലാത്തതിനാൽ കരുണാകരൻ വേഗം വിഷയത്തിലേക്ക് വന്നു. നീ ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. ഹൃദയെപ്പോലെ ഒരു കുട്ടിയെ കണ്ടിരുന്നോ മറ്റോ? ഉവ്, കണ്ടിരുന്നോ? അവർ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം സാമ്യമുണ്ടോ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇരട്ടക്കുട്ടികളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. എന്നാൽ ഏട്ടത്തിയും അനിയത്തിയും ആവുമ്പോൾ ചില സാമ്യങ്ങളെ ഉണ്ടാവും. അതും ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റും. ഇതിൽ ഏത് വിഭാഗത്തിൽ പെടും നീ കണ്ട കുട്ടി? ഹൃദയ്ക്ക് ഒരു ട്വിൻസ് ഉണ്ടെങ്കിൽ അതുപോലെയാണോ? അതോ അവൾക്കൊരു ഏട്ടത്തിയോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അതുപോലെയാണോ? അവൾക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും അതുപോലെ? സൂരജിൻ്റെ വാക്കുകൾ കേട്ട് അയാൾ നെറ്റി ഒന്ന് അമർത്തി ഒഴിഞ്ഞു. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ തിളച്ചു മറിയുന്നുണ്ടെന്ന് സൂരജിന് തോന്നി. എന്താച്ചാ ആകെ ഒരു ടെൻഷൻ പോലെ? ഹോസ്പിറ്റലിൽ അന്വേഷിച്ചാൽ ആ കുട്ടിയുടെ അഡ്രസ്സ് കണ്ടെത്താൻ കഴിയില്ലേ? അതെന്തിനാ ആ കുട്ടിയുടെ അഡ്രസ്സ്? സൂരജ് ചോദ്യഭാവത്തോടെ അച്ഛനെ നോക്കി. മാധവ് അധ്യാപകൻ ആണെങ്കിലും പോലീസിൻ്റെ ബുദ്ധിയാണ്. അവൻ ഒരിക്കലും അവളെ കാണാൻ പാടില്ല. അത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് വലിഞ്ഞു മുറുകിയ ഭാവമായിരുന്നു. അച്ഛാ, എന്താണ് കാര്യം? അവളെ മാധവ് കണ്ടാൽ എന്താ പ്രശ്നം? അച്ഛൻ്റെ മനസ്സിൽ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയൂ. അയാൾ ഒരു നിമിഷം ചിന്തിച്ചിരിക്കുന്നതിന് ശേഷം പതിയെ പറഞ്ഞു. 21 വർഷം മുൻപ് ഞാനൊരു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ടിപ്പർ ലോറി കാറിൽ വന്നിടിച്ച് ഗുരുവായൂർ പോവുകയായിരുന്ന ഒരു കുടുംബം മുഴുവൻ നാമവിശേഷമായി എന്ന വാർത്ത കേൾക്കാൻ. അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ കാത്തിരുന്ന എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ആ കുടുംബത്തിലെ ഒരു കുഞ്ഞൊഴികെ ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു എന്നാണ്. മരിച്ചു എന്ന് കരുതിയ കുഞ്ഞ് ഹൃദയയുടെ ഇരട്ട സഹോദരിയാണ്. വർഷങ്ങൾക്കിപ്പുറം മരിച്ചെന്ന് കരുതി ആശ്വസിച്ചവൾ ജീവനോടെ ഉണ്ടെന്നറിയുമ്പോൾ എനിക്ക് ദേഷ്യമടക്കാൻ കഴിയുന്നില്ല സൂരജ്. അന്നൊരു കുഞ്ഞിൻ്റെ മൃതദേഹം സംഭവസ്ഥലത്തു നിന്നും കിട്ടിയിരുന്നു. കത്തിക്കരിഞ്ഞ് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു ശരീരം. അത് നന്ദിനിയുടെ മകൾ അല്ലെന്ന് ഇന്നലെ രാത്രി വരെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. അപ്പോൾ ആ കത്തിക്കരിഞ്ഞ ജഡം ആരുടെ കുഞ്ഞായിരുന്നു? നന്ദിനിയും മക്കളും സഞ്ചരിച്ച കാറിലാണ് ടിപ്പർ ലോറി വന്നിടിച്ചത്. അതേ സമയത്താണ് അവരുടെ കാറിന് ഓവർടേക്ക് ചെയ്ത് മറ്റൊരു കാർ മുന്നോട്ട് കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ ഇവരുടെ കാർ പോയി ഓവർടേക്ക് ചെയ്ത കാറിന് മേൽ ഇടിക്കുകയായിരുന്നു. അതൊരു പഴയ കാർ ആയതിനാൽ പെട്ടെന്ന് തീ പിടിച്ചു. അതിനുള്ളിലുള്ളവർക്ക് 30-40% പൊള്ളലേറ്റിരുന്നു. എന്നാൽ അതിനുള്ളിൽ ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്ന എന്ന് എനിക്കറിയില്ല. അയാൾ പറയുന്നത് കേട്ട് സൂരജ് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. അച്ഛനെന്തിനാണ് നന്ദിനി അപ്പച്ചിയെയും മക്കളെയും കൊല്ലേണ്ട കാര്യം? എന്തിനാണ് അച്ഛൻ അങ്ങനെയൊരു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തത്? അതെല്ലാം പറയാം ഈ ആഴ്ച വീട്ടിൽ വരുമ്പോൾ. നീ ഇന്ന് തന്നെ ഹോസ്പിറ്റലിലെ രജിസ്റ്ററിൽ നിന്നും ആ കുട്ടിയുടെ അഡ്രസ്സ് തപ്പിയെടുക്കണം. എന്നിട്ട് എത്രയും വേഗം അതെനിക്ക് അയച്ചു തരണം. അഡ്രസ്സ് കയ്യിൽ കിട്ടിയിട്ട് വേണം എന്താ വേണ്ടതെന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ. അയാൾ പറയുന്നതൊന്നും അവൻ്റെ തലയിലേക്ക് അത്ര പെട്ടെന്ന് കയറുന്നില്ല. നീ വല്ലാതെ അങ്ങ് ചിന്തിച്ചു കൂട്ടണ്ട. ആ കുട്ടിയുടെ അഡ്രസ്സ് എടുത്ത് എത്രയും പെട്ടെന്ന് എനിക്ക് അയച്ചു തരിക. ഞാൻ ഇറങ്ങുന്നു. ഇനിയും ഇവിടെ ഇരുന്നാൽ നിൻ്റെ സമയം വൈകും. അത് പറഞ്ഞ് അയാൾ ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ജോലയ്ക്ക് കാർത്തിയോട്. ഹൃദയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാർത്തികയ്ക്ക് അവളെ കാണണമെന്നായി. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാമെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ അന്ന് മാധവ് ക്ലാസ്സിൽ വന്നില്ല. അന്വേഷിച്ചപ്പോൾ ലീവാണെന്നാണ് അറിഞ്ഞത്. നീ ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി അന്വേഷിച്ചു വരാം. ഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കുമ്പോൾ കാർത്തിക ജോലയോടായി പറഞ്ഞു. എന്നാൽ പോയി അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്ന് അവളുടെ മുഖത്ത് പോയ അത്രയും സന്തോഷം ഉണ്ടായിരുന്നില്ല. എന്താടി, കണ്ടോ? സാർ മാത്രമല്ല, ആ കുട്ടിയും ഇന്ന് വന്നിട്ടില്ല. കാർത്തിക അത് പറയുമ്പോൾ ജ്വാലയുടെ മുഖം വാടിയിരുന്നു. സാരമില്ല, നാളെയും കാണാലോ. നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി നോക്കാം. അല്ല, നിൻ്റെ മുറിവ് എങ്ങനെയുണ്ട്? ഭേദമായോ? എങ്ങനെ പറ്റിയതാ ഈ മുറിവ്? അതോടെ അന്നത്തെ സംഭവങ്ങളെല്ലാം അവൾ കാർത്തികയോട് പറഞ്ഞു. അതിനുശേഷം അവൻ ശാരീരമായി വീട്ടിൽ വന്നതും കൂടി പറഞ്ഞപ്പോൾ കാർത്തികയ്ക്ക് ദേഷ്യം വന്നു. നിലമടിക്കുന്ന ചൂലുണ്ടായിരുന്നില്ലേ വീട്ടിൽ? അതെടുത്ത് മുഖമടച്ചൊന്ന് കൊടുക്കാമായിരുന്നില്ലേ നിനക്ക്?
എന്നിട്ട് നീ ആ സാരി എന്ത് കാണിച്ചു? ഞാൻ അലമാരയിൽ കൊണ്ടുവച്ചു. അച്ഛനോടും അമ്മയോടുമൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ജോല അത് പറയുമ്പോൾ കാർത്തിക അവളെ പോരുകോയി നോക്കുന്നത് പോലെ നോക്കി. നിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമായിരുന്നു. നീ എന്തിനാണത് അലമാരയ്ക്കകത്ത് കൊണ്ടുവച്ചത്? പുഴുങ്ങി തിന്നാനാണോ? കാർത്തിക കട്ടക്കലിപ്പിലാണ്. ഇത്രയും നല്ല ഡ്രസ്സ് എങ്ങനെയാടി കാർത്തു ഞാൻ തീയിട്ട് കളയുന്നത്? നല്ലൊരു വസ്ത്രത്തിന് കൊതിക്കുന്ന എത്രയോ പേരുണ്ട് നമുക്ക് മുന്നിൽ. അത് ശരിയാണ്. ഇന്നങ്ങനെ ചെയ്താൽ പിന്നീട് ഒരിക്കൽ നല്ലൊരു ഡ്രസ്സിന് വേണ്ടി വിഷമിക്കുന്ന അവസ്ഥ വരും. അതെ, അതുകൊണ്ട് ഞാനതങ്ങ് ഉടുക്കാൻ തീരുമാനിച്ചു. കേട്ടത് മനസ്സിലാകാതെ കാർത്തിക ജോലയെ നോക്കി. എന്നും കാലത്ത് ഞാനൊരു കുട്ടിയെ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന സൺഡേ. അന്നെന്നോട് സാരി ഉടുത്ത് വരണമെന്ന് അവിടുത്തെ മേഡം പറഞ്ഞു. ഒന്ന് ഷൈൻ ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് ആ സാരിയെ കണ്ടുള്ളൂ. അയാളെന്നോട് കലിപ്പ് തീർക്കാൻ വേണ്ടി തന്നതാണെങ്കിലും എനിക്ക് ആ കളർ നന്നായി ഇഷ്ടപ്പെട്ടു. നീ അത് ഉടുത്ത് നിൽക്കുമ്പോൾ അയാളെങ്ങാനും കണ്ടാൽ മാനം കപ്പൽ കയറി പോയില്ലടി. പിന്നെ അയാളുടെ മുഖത്ത് നീ എങ്ങനെ നോക്കും? അതിന് നീ അയാളെ ഞാൻ എവിടെ നിന്ന് കാണാനാണ്? ഏതോ ഒരു വഴിപ്പോക്കൻ, അത്രയേ ഉള്ളൂ എനിക്കയാൾ. അല്ലെങ്കിലും എന്ത് ദേഷ്യത്തോടെയായാലും സ്നേഹത്തോടെയായാലും കൊടുത്താൽ തീർന്നു. പിന്നീട് വാങ്ങിയ ആൾക്കതിൽ ഒരവകാശവും ഉണ്ടാകില്ല. അത് കിട്ടിയവൻ്റെ മാത്രം സ്വന്തമാണ്. ചിരിച്ചുകൊണ്ട് പറയുന്നവളെ കുറച്ചു നേരം നോക്കിയിരുന്നു കാർത്തിക. എന്തോ ഒരു സാരി കേസ് അങ്ങയും ഇങ്ങനെയും അവസാനിക്കുന്നില്ലെന്ന് കാർത്തികയുടെ മനസ്സ് മന്ത്രിച്ചു. തലവേദനയ്ക്ക് കുറവില്ലാത്തതിനാൽ മാധവ് അന്ന് അവധിയെടുക്കാൻ തീരുമാനിച്ചു. ഏട്ടൻ പോകാത്തതിനാൽ ഹൃദയും കോളേജിൽ പോയില്ല. കാലത്ത് മാധവ് കോളേജിൽ പോയെങ്കിലും ലീവ് എഴുതി കൊടുത്ത് തൻ്റെ സീറ്റിലിരുന്നു. ക്ലാസ് തുടങ്ങിയതിന് ശേഷം പ്യൂണിൻ്റെ സഹായത്തോടെ അവൻ ജോലയുടെ അഡ്രസ്സ് സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് മാധവ് ജോലയുടെ വീട്ടിലെത്തിയത്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് സത്യനാഥ് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത്. കയ്യിലൊരു ബുക്കും പേനയുമായി മുറ്റത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനെ അയാൾക്ക് മനസ്സിലായില്ല. ആരാ? എന്തു വേണം? പഞ്ചായത്തിൽ നിന്നും സെൻസസ് എടുക്കാൻ വന്നതാ. ആഗതൻ പറഞ്ഞത് കേട്ട് അയാളൊന്ന് ചിരിച്ചു. എന്തൊക്കെ കണക്കുകൾ എടുത്തു? ഇപ്പോഴും കണക്കുകളിലൊന്നും അവസാനിച്ചിട്ടില്ല. ഇനി എന്താണോ പുതിയ കണക്ക്? എന്തായാലും ഉമ്മറത്തേക്ക് കയറിയിരിക്കാം. അയാൾ മാധവിനെ ഉമ്മറത്തേക്ക് ഇരിക്കാൻ ക്ഷണിച്ചു. വേണ്ട സാർ, ഇരിക്കുന്നില്ല. ഇനിയും കുറേ വീടുകൾ കയറാനുള്ളതാ. ഇതൊരു പ്രത്യേകതരം കണക്കെടുപ്പാണ്. കുറച്ച് ചോദ്യങ്ങളെ ചോദിക്കാനുള്ളൂ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. എങ്കിൽ ചോദിച്ചോളൂ. ബുക്ക് തുറന്ന് മടക്കി പിടിച്ചും കൊണ്ട് അവൻ പേന കയ്യിലെടുത്തു. വീട്ടുപേര്? അറയ്ക്കൽ. ഗ്രഹനാഥൻ്റെ പേര്? സത്യനാഥൻ AK. വയസ്സ്? 50. വൈഫിൻ്റെ പേര്? സുനന്ദ സത്യനാഥൻ. പ്രായം? 42. മക്കൾ എത്ര പേരുണ്ട്? 1. മനസ്സിലാകാത്തതുപോലെ മാധവ് അയാളുടെ മുഖത്തേക്ക് നോക്കി. കുട്ടികൾ ആണും പെണ്ണും ആയിട്ട് ഒന്നേയുള്ളൂ ഒരു മകൾ. മകളുടെ പേര്? ജോല സത്യനാഥൻ. പ്രായം? 22. ഇനിയാണ് ഈ സെൻസസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതെന്ത് ചോദ്യമാണപ്പാ? അവൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞപ്പോൾ അതേ ചിരിയോടെ തന്നെ തിരിച്ചൊരു ചോദ്യമെറിഞ്ഞു സത്യനാഥൻ. ഈ പഞ്ചായത്തിലെ ആക്സിഡൻറ്റുകളെക്കുറിച്ചുള്ള കണക്കെടുപ്പാണ്. 30 വർഷത്തിനിടയ്ക്ക് എത്ര പേർ ഈ പഞ്ചായത്തിലെ ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ട്? അതുമൂലം എന്തൊക്കെ ദുരിതങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്? അതിനെക്കുറിച്ചാണ് ഈ കണക്കെടുപ്പ്. ഈ വീട്ടിൽ 30 വർഷത്തിനിടയ്ക്ക് അങ്ങനെയൊരു ആക്സിഡൻ്റ് എങ്ങാനും സംഭവിച്ചിട്ടുണ്ടോ? അതുമൂലം ദുരിതപൂർണമായ അവസ്ഥയിൽ കഴിയുകയോ അങ്ങനെ എന്തെങ്കിലും? ഒരു നിമിഷം സത്യനാഥൻ്റെ ചുണ്ടിലെ ചിരിമാഞ്ഞു. അവിടെ ഒരു നടുക്കമാണ് പ്രത്യക്ഷമായത്. ഓർക്കാൻ ഇഷ്ടമല്ലാത്ത പല ഓർമ്മകളും ആ നിമിഷം അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്നും അവന് മനസ്സിലായി. ഉണ്ട് സർ. അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻറ്റോ സാറിനോ വൈഫിനോ മകൾക്കോ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അയാളുടെ ഭാഗത്തു നിന്നും പ്രതികരണമില്ലെന്ന് മനസ്സിലായപ്പോൾ
അവൻ ഒന്നുകൂടെ എടുത്തു ചോദിച്ചു. ഉവ്, അങ്ങനെയൊരു ആക്സിഡൻറ്റ് ഈ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. മോൾക്കന്ന് 7 മാസം പ്രായമാണ്. അകലെ ഒരു ബന്ധുവീട്ടിൽ കല്യാണത്തിന് പോയിട്ട് മടങ്ങി വരികയായിരുന്നു ഞങ്ങൾ. ദൂരമുള്ളതിനാൽ കല്യാണം കഴിഞ്ഞ അന്ന് ഞങ്ങൾ തിരിച്ചു പോന്നില്ല. പിറ്റേ ദിവസം പുലർച്ചെയാണ് മടങ്ങിയത്. തിരിച്ചു വന്നിട്ട് ജോലിക്ക് കയറേണ്ടതിനാൽ അത്യാവശ്യം സ്പീഡിലാണ് ഞാൻ കാർ ഓടിച്ചത്. മുന്നിലുള്ള കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറാൻ ശ്രമിച്ചത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. ഒരു ഇടിയും പൊട്ടിത്തെറിയും അബോധാവസ്ഥയിലായ ഞങ്ങളെ ആരൊക്കെയോ ചേർന്നാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഞങ്ങളുടെ കാർ കത്തിക്കരിഞ്ഞു പോയിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ 3 പേരും രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് 2 പേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ പൊള്ളലേറ്റിരുന്നു. എന്നാൽ മോളുടെ കാര്യമായിരുന്നു കഷ്ടം. മുഖത്ത് പല ഭാഗങ്ങളിലും തീപ്പൊള്ളലേറ്റിരുന്നു. കണ്ടാൽ തിരിച്ചറിയാത്ത വിധം അവളുടെ മുഖച്ഛായ മാറിപ്പോയി. മുഖത്തെ പാടുകൾ മാറ്റാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു. അതും അവളുടെ 3 വയസ്സിന് ശേഷം. ഓരോ വാക്കുകൾ പറയുമ്പോഴും അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അന്നത്തെ രംഗങ്ങൾ ഓരോന്നും അയാളുടെ കൺമുന്നിൽ കാണുന്നുണ്ടെന്ന് മുഖഭാവം വ്യക്തമാകുന്നുണ്ട്. ഓക്കെ സർ, ആ ആക്സിഡൻറ്റ് മൂലം ഇപ്പോൾ നിങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഉള്ളിൽ ആർത്തലച്ചു പെയ്യുന്ന സങ്കടത്തെ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇപ്പോൾ ഞങ്ങളും മോളും ഓക്കെയാണ്, ഹാപ്പിയാണ്. ശരി, ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ എങ്കിൽ പിന്നെ ഞാൻ അടുത്ത വീട്ടിലേക്ക് നടക്കട്ടെ. ഇനിയും കാണാം. കണക്കെടുപ്പുകാരൻ ഗേറ്റ് കടന്നതും സത്യനാഥൻ വാതിലടച്ച് അകത്തേക്ക് പോയി. കുറച്ച് ദൂരെ നീക്കിയിട്ട കാറിലേക്ക് കയറിയിരുന്നു കൊണ്ട് സ്റ്റയറിങ്ങിൽ മുഖം അമർത്തിവെച്ച് മാധവ് ഉറക്കെ കരഞ്ഞു. തൻ്റെ ഹൃദയമോൾ മരിച്ചിട്ടില്ല എന്ന അറിവിനേക്കാൾ അവളെ ഇനി എങ്ങനെയാണ് താൻ തിരിച്ചു പിടിക്കുക എന്നോർത്തായിരുന്നു അവന് സങ്കടം. സത്യനാഥൻ തിരിച്ചറിഞ്ഞിട്ടില്ല സ്വന്തം കുഞ്ഞു മരിച്ചുപോയെന്ന സത്യം. സ്വന്തം കുഞ്ഞെന്ന് കരുതി ജീവിക്കുന്നവരോട് അതെൻ്റെ അനിയത്തിയാണെന്ന് എങ്ങനെയാണ് എനിക്ക് പറയാനാവുക? പറഞ്ഞേ പറ്റൂ, നേടിയേ പറ്റൂ. നഷ്ടങ്ങളുടെ തട്ടിൽ ഞങ്ങൾ തന്നെ കയറി ഇരുന്നാൽ എങ്ങനെയാണ്? ഇപ്പോഴും കാര്യങ്ങൾക്ക് വ്യക്തത വന്നിട്ടില്ലാത്തതിനാൽ അച്ഛനെയും അമ്മയെയും ഇതൊന്നും അറിയിക്കേണ്ടതില്ലെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ആദ്യം DNA ടെസ്റ്റ് നടത്തണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. മാധവ് കാറിലിരുന്നു കൊണ്ട് തന്നെ കണക്കുകൾ കൂട്ടി തുടങ്ങി. തുടർച്ചയുണ്ട്. അപ്പോൾ മറക്കേണ്ട കഥയുടെ അടുത്ത ഭാഗം കാണാൻ.